ഒരു സോൾട്ട് തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് സോൾട്ട് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതേ കണക്ക് തന്നെ സോൾട്ടുകളുടെ പ്രിപ്പറേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ICC ബോർഡ് എക്സാംസിൽ സ്ഥിരമായിട്ട് ചോദിച്ചു വരാറുള്ളതാണ്. അപ്പോൾ ഒരു സോൾട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നത് എന്താണ്? നമ്മുടെ കോമൺ സോൾട്ട് എന്ന് പറയുന്നത് കറിയുപ്പായിരിക്കും എല്ലാവർക്കും കൂടുതലായിട്ട് മനസ്സിലോട്ട് വരുന്നത്. നമ്മുടെ കെമിസ്ട്രി വരുന്ന സമയത്ത് ഈ കറിയുപ്പ് സോഡിയം ക്ലോറൈഡ് മാത്രമല്ല സോൾട്ട് എന്ന് പറയുന്നത്. കെമിസ്ട്രിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾട്ടുകളുണ്ട്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് പോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ്, ബേരിയം സൾഫേറ്റ്, ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾട്ടുകളാണ്. സോ നമ്മൾ ഇന്ന് സോൾട്ടുകളെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോൾട്ടുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്കൊരു സോൾട്ട് എന്താണെന്ന് നോക്കാം. സോൾട്ട് ഈസ് എ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് ആൻ ആസിഡ് ബൈ എ മെറ്റാലിക് അയോൺ ഓർ അമോണിയം അയോൺ. അപ്പം ഒരു സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ആസിഡ് എടുത്തു കഴിഞ്ഞാൽ ആസിഡിനകത്ത് എന്തുണ്ടായിരിക്കും? അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടായിരിക്കും അല്ലേ? ഈ അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസിനെ ഏതെങ്കിലും ഒരു മെറ്റാലിക് അയോണോ അല്ലെന്നുണ്ടെങ്കിൽ അമോണിയം അയോണോ വന്നിട്ട് പാർഷ്യലായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ റീപ്ലേസ് ചെയ്താൽ ഫോം ചെയ്യുന്ന ന്യൂ ആയിട്ടുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോൾട്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോൾട്ട് ഈസ് എ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ionizable hydrogen atoms of an acid by a metallic ion or an ammonium ion. അപ്പം ഫസ്റ്റ് നമുക്കൊരു പാർഷ്യൽ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ NaOH സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മളെടുത്തു. സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് ഒരു ആസിഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, H2SO4 റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ സോഡിയം അയോൺസ് വന്നിട്ട് Na+ അയോൺസ് വന്നിട്ട് ഈ H2SO4 ഹൈഡ്രജൻ ആറ്റത്തിനെ പാർഷ്യലായിട്ട് റീപ്ലേസ് ചെയ്യാം. മീൻസ് ഇതിനകത്തിപ്പോൾ 2 അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലേ? അതിനകത്ത് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ മാത്രം റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് സോഡിയം അയോൺസ് വരിക. അതായത് NaHSO4 ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് സോഡിയം വന്നു. എന്ത് കിട്ടി നമുക്ക്? NaHSO4 എന്ന് പറയുന്ന സോൾട്ടും കിട്ടി, പ്ലസ് വാട്ടറും കിട്ടും. അപ്പം ഇതെന്ന് പറയുന്ന പാർഷ്യൽ റീപ്ലേസ്മെൻറ്റ്. ഒരു മെറ്റാലിക് അയോൺ വന്നിട്ട് ആസിഡിനകത്തുള്ള അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റത്തിനെ പാർഷ്യലായിട്ട് റീപ്ലേസ് ചെയ്തു, ഒരു ന്യൂ സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇതേ കണക്ക് തന്നെ ഈ NaOH നമുക്ക് H2SO4 റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഈ Na+ അയോൺസ് വന്നിട്ട് ഇവിടുന്ന് Na+ നമ്മൾ 2 NaOH എടുക്കും. അപ്പം Na+ അയോൺസ് വന്നിട്ട് ഈ ഹൈഡ്രജൻ ആറ്റത്തിന്, അതായത് 2 ഹൈഡ്രജൻ ആറ്റത്തെയും സൾഫ്യൂരിക് ആസിഡിലെ 2 ഹൈഡ്രജൻ ആറ്റത്തിനെയും റീപ്ലേസ് ചെയ്തിട്ട് Na2SO4 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സോൾട്ട് ഫോം ചെയ്തു, പ്ലസ് വാട്ടറും ഫോം ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് നടന്നത്? ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റത്തെയും റീപ്ലേസ് ചെയ്തു. മീൻസ് കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് നടന്നു. ഓക്കെ, അപ്പം ഇവിടെ എങ്ങനെയാണ് സോൾട്ട് ഫോം ചെയ്തിരിക്കുന്നത്? കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം വഴിയാണ് സോൾട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഒന്നെങ്കിൽ ഒരു മെറ്റാലിക് അയോൺ അല്ലെങ്കിൽ ഒരു അമോണിയം അയോൺ വന്നിട്ട് ഒരു ആസിഡിനകത്തുള്ള അയണൈസബിൾ ഹൈഡ്രജനെ പാർഷ്യലായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ റീപ്ലേസ് ചെയ്തിട്ട് ഹൈഡ്രജൻ അയോൺസിൻ്റെ സ്ഥാനത്ത് ആ മെറ്റാലിക് അല്ലെങ്കിൽ അമോണിയം അയോൺ വരുമ്പോഴത്തേക്കും ഫോം ചെയ്യുന്ന പുതിയ കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോൾട്ട് എന്ന് വിളിക്കുന്നത്. മെറ്റാലിക് അയോൺസ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു മെറ്റൽസിൻ്റെ അയോൺസ്, ഇപ്പോൾ Na+, സോഡിയം മെറ്റലിൻ്റെ അയോണാണ്. K+, പൊട്ടാസ്യം അയോൺ. Ca2+, കാൽഷ്യം അയോൺ. Ba2+, ബേരിയം അയോൺ. Al3+, അലുമിനിയം അയോൺ. അങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റാലിക് അയോൺ വരിക, അല്ലെന്നുണ്ടെങ്കിൽ അമോണിയം അയോൺ എന്ന് പറഞ്ഞാൽ NH4+ അയോൺസ് വന്നിട്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്യുക. ഒരു ആസിഡിൻ്റെ അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റത്തിനെ ഒരു മെറ്റാലിക് അല്ലെങ്കിൽ അമോണിയം അയോൺ വന്നിട്ട് പാർഷ്യൽ ഓർ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ന്യൂ കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പം സോൾട്ട് എന്ന് പറയുമ്പം നമ്മൾ അയോണിക് ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സോൾട്ടുകളും എന്തായിരിക്കും? അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓൾ സോൾട്ട്സ് ആർ അയോണിക് കോമ്പൗണ്ട്സ് വിച്ച് ഡിസോസിയേറ്റ് ഇൻ വാട്ടർ ടു ഈൽഡ് എ പോസിറ്റീവ് അയോൺ അതർ ദാൻ ഹൈഡ്രജൻ അയോൺ ആൻഡ് എ നെഗറ്റീവ് അയോൺ അതർ ദാൻ ഹൈഡ്രോക്സിൽ അയോൺ. ഈ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ അയോൺ H+ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതേ കണക്ക് തന്നെ OH- അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? സോൾട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ NaCl എടുത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. NaCl നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഏതൊക്കെ അയോൺസ് ആയിരിക്കും? ഇത് അയണൈസ് ചെയ്തിട്ട് Na+ഉം Cl- ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇവിടെ Na+ എന്ന് പറഞ്ഞാൽ എന്താണ്?
H+ അല്ലാത്ത വേറൊരു പുതിയ ഒരു കാറ്റയോൺ അല്ലേ, അതാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഒരു പോസിറ്റീവ് അയോൺ ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. Cl- എന്ന് പറയുമ്പോൾ OH- അല്ലാത്ത ഒരു വേറൊരു ആനയോൺ ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ക്ലോറൈഡ് അയോൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ അപ്പം ഒരു അയോണിക് സോൾട്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഒരു വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് H+ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ തരും, അല്ലെന്നുണ്ടെങ്കിൽ OH- അല്ലാത്ത ഏതെങ്കിലും ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെ തരുന്നവരായിരിക്കും എന്തെന്ന് പറയുന്നത് സോൾട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോൾട്ടുകൾ എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾട്ടുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് നോർമൽ സോൾട്ട്, ദെൻ അസിഡിക് സോൾട്ട്, ദെൻ ബേസിക് സോൾട്ട്. ഫസ്റ്റ് നമുക്കൊരു നോർമൽ സോൾട്ട് എന്താണെന്ന് നോക്കാം. Normal salt are salt formed by the complete replacement of ionizable hydrogen atom of an acid by a metallic ion or ammonium ion. നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ എങ്ങനെയായിരിക്കും കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ്, ആസിഡ്സിലുള്ള അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ റീപ്ലേസ്മെൻറ്റ് വഴിയാണ് സോൾട്ടുകൾ ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് വഴി ഫോം ചെയ്യുന്ന സോൾട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നോർമൽ സോൾട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോൾട്ട് ഫോംഡ് ബൈ ദ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഓഫ് ആൻ ആസിഡ് ബൈ എ മെറ്റാലിക് അയോൺ ഓർ അമോണിയം അയോൺ. അതാണ് എന്തെന്ന് പറയുന്നത് നോർമൽ സോൾട്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു ബേസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്ത് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഒരു ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്താണ് ന്യൂട്രലൈസേഷൻ നടക്കും, സോൾട്ട് ആൻഡ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ HCl ആയിട്ട് ഇത് റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും ഈ Na+ അയോൺസ് വന്നിട്ട് എന്തിനെ റീപ്ലേസ് ചെയ്യും, ഈ ഹൈഡ്രജൻ ആറ്റം സോഡിയം അയോൺ വന്ന് ഈ HCl ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ എന്ത് ഫോം ചെയ്യും ഇവിടെ, NaCl സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ സോൾട്ടും ഫോം ചെയ്യും, പ്ലസ് വാട്ടറും ഫോം ചെയ്യും. അപ്പം ഇവിടെ എങ്ങനെയാണ് HCl ഒരേ ഒരു അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം മാത്രമേ ഉള്ളൂ. അതിനെ എന്ത് ചെയ്തു, Na+ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ട് ഫോം ചെയ്തു. അപ്പോൾ അവിടെ സോഡിയം ക്ലോറൈഡ് എന്താണ്, ഒരു നോർമൽ ആയിട്ടുള്ള സോൾട്ടാണ്. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. NaOH നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിളാണ്. NaOH പ്ലസ് സൾഫ്യൂരിക് ആസിഡ് H2SO4, സോഡിയം ഹൈഡ്രോക്സൈഡിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 NaOH എടുക്കണം. ഈ 2 Na+ വന്നിട്ട് ആസിഡിലുള്ള 2 ഹൈഡ്രജൻ ആറ്റത്തിനെയും റീപ്ലേസ് ചെയ്യും. അപ്പം Na2SO4 സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സോൾട്ടും കിട്ടും, പ്ലസ് വാട്ടർ 2H2Oയും കിട്ടും. ഓക്കെ, ഇവിടെ എന്താ നടന്നത്, H2SO4 2 ഹൈഡ്രജൻ ആറ്റത്തെയും സോഡിയം അയോൺസ് വന്ന് കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പം ഒരു സോൾട്ട് ഒരു ആസിഡ് എടുത്താൽ അതിനകത്തുള്ള അയനൈസബിൾ ഹൈഡ്രജൻ ആറ്റംസിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് ഒരു മെറ്റാലിക് അയോൺ അല്ലെങ്കിൽ അമോണിയം അയോൺ വന്നാൽ അപ്പം ഫോം ചെയ്യുന്ന സോൾട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നോർമൽ സോൾട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പം നോർമൽ സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തുണ്ടാവത്തില്ല, അയനൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവത്തില്ല. കാരണം എന്താ, കംപ്ലീറ്റ് ആയിട്ടും അയനൈസബിൾ ഹൈഡ്രജൻ, ഒരു ആസിഡിൽ അയനൈസബിൾ ഹൈഡ്രജനെ കംപ്ലീറ്റ് ആയിട്ടും റീപ്ലേസ് ചെയ്തിട്ടാണ് നോർമൽ സോൾട്ട് ഫോം ചെയ്യുന്നത്. സോ നോർമൽ സോൾട്ടിനകത്ത് പിന്നെ എന്തുണ്ടായിരിക്കത്തില്ല, അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് പ്രസന്റ് ആയിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സോൾട്ടുകളാണ് അസിഡിക് സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അസിഡിക് സോൾട്ട് ആർ സോൾട്ട് ഫോംഡ് ബൈ ദ പാർഷ്യൽ റീപ്ലേസ്മെന്റ് ഓഫ് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് ആൻ ആസിഡ് ബൈ എ മെറ്റാലിക് അയോൺ ഓർ അമോണിയം അയോൺ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് ഓഫ് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ സോൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അല്ലേ. ഇനി പാർഷ്യൽ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അസിഡിക് ആയിട്ടുള്ള സോൾട്ടുകളായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. H2SO4 സൾഫ്യൂരിക് ആസിഡ് എടുക്കാം. സൾഫ്യൂരിക് ആസിഡിനെ ഒരു ബേസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഈ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ സോഡിയം ഹൈഡ്രോക്സൈഡിലെ Na+ വന്നിട്ട് ഈ H2SO4 ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യും. അപ്പം എന്ത് കിട്ടും നമുക്ക്, NaHSO4 പ്ലസ് വാട്ടർ കിട്ടും. ഓക്കെ, എന്ത് ചെയ്തിട്ടില്ല, 2 ഹൈഡ്രജൻ ആറ്റത്തെയും റീപ്ലേസ് ചെയ്തിട്ടില്ല, ഒരേ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ മാത്രം റീപ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് ആര് വന്ന്, സോഡിയം വന്നു. അപ്പം ഒരു അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം അവിടെ റിമൈനിങ് ആണ് അല്ലേ. ഇങ്ങനെയുള്ള സോൾട്ടുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അസിഡിക് സോൾട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോസ്ഫോറിക് ആസിഡ് എടുക്കാം, H3PO4. ഓക്കെ, ഫോസ്ഫോറിക് ആസിഡ് നമുക്ക് NaOH റിയാക്ട് ചെയ്യിപ്പിക്കാം. NaOH റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ Na+ വന്നിട്ട് ഈ H3PO4 ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യും. ഇതിൽ 3 അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതിൽ ഒരു അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് എന്ത് വരും, Na+ അയോൺസ് വരും. അപ്പം
H2PO4 എന്ന് പറഞ്ഞിട്ടൊരു സോൾട്ടും ഫോം ചെയ്യും, പ്ലസ് വാട്ടറും ഫോം ചെയ്യും. ഇതെന്ന് പറയുന്നത് ഒരു അസിഡിക് സോൾട്ടാണ്. NaH2PO4 എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഫോം ചെയ്തത്? ഒരു അസിഡിക് സോൾട്ടാണ് ഫോം ചെയ്തത്. അതേ കണക്ക് തന്നെ ഈ H3PO4 രണ്ട് NaOH ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് ഇരിക്കുക. H3PO4 പ്ലസ് 2NaOH, രണ്ട് NaOH എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് Na+ അയോൺസ് വന്നിട്ട് ഈ H3PO4 രണ്ട് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യും. അപ്പം എന്ത് കിട്ടും? Na2HPO4 പ്ലസ് വാട്ടറും കിട്ടും. ഓക്കെ, ഇതും എന്താണ്? ഇതും ഒരു അസിഡിക് ആയിട്ടുള്ള സോൾട്ടാണ്. മൂന്ന് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലേ? പക്ഷേ എന്തേ ചെയ്തിട്ടുള്ളൂ? രണ്ട് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റത്തെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. ഒരു അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം അവിടെ തന്നെയുണ്ട്. സോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സോൾട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസിഡിക് സോൾട്ട് എന്ന് വിളിക്കുന്നത്. അതായത് പാർഷ്യലായിട്ട് മാത്രം. പാർഷ്യൽ കൊണ്ട് മീൻ ചെയ്ത് എന്താ? ഇപ്പം ഒന്നിൽ കൂടുതൽ അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്തില്ല. എന്തെങ്കിലുമൊക്കെ അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ആ സോൾട്ടിൽ റിമൈൻ ചെയ്ത് വെക്കും. ഒരു ആസിഡിലുള്ള അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റത്തിനെ പാർഷ്യലി മാത്രം റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്തോട്ട് എന്താ പറയുക, ഒരു മെറ്റാലിക് അയോൺ അല്ലെങ്കിൽ ഒരു അമോണിയം അയോൺ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം ഫോം ചെയ്യുന്ന സോൾട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസിഡിക് സോൾട്ടുകൾ എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് സോൾട്ടുകളാണ് ബേസിക് സോൾട്ട് എന്ന് പറയുന്നത്. ബേസിക് സോൾട്ട് ആർ സോൾട്ട് ഫോംഡ് ബൈ ദ പാർഷ്യൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് എ ഡൈ ഓർ ട്രൈ അസിഡിക് ബേസ് ബൈ ആൻ ആസിഡ് റാഡിക്കൽ. അപ്പം മുമ്പേന്ന് പറഞ്ഞതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് വരുന്നൊരു കാര്യമാണിത്. ഇവിടെ ഹൈഡ്രോക്സിൽ അയോണിൻ്റെ റീപ്ലേസ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. അതായത് OH- അയോൺസിൻ്റെ ഒരു ട്രൈ ഓർ ഡൈ അസിഡിക് ബേസ്. ഒരു ബേസിൻ്റെ അസിഡിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എത്ര H+ അയോൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് ഒരു ബേസിൻ്റെ അസിഡിസിറ്റി എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മോളിക്യൂൾ ഒരു ബേസ് എടുത്താൽ അതൊരു ആസിഡിൽ എത്ര നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് സോൾട്ട് ആൻഡ് വാട്ടർ പ്രൊഡ്യൂസ് ആവുന്നത് എന്നുള്ളതാണ് ഒരു ബേസിൻ്റെ അസിഡിസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു ട്രൈ അല്ലെങ്കിൽ ഡൈ അസിഡിക് ബേസ്, അതായത് ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് H+ അയോൺസുമായിട്ട് ഒരു ബേസ് മോളിക്യൂൾ റിയാക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ ഡൈ അസിഡിക് ബേസ് എന്നും, 3 H+ഉമായിട്ട് ഒരു ബേസിക് മോളിക്യൂൾ റിയാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു ട്രൈ അസിഡിക് ബേസ് എന്ന് വിളിക്കാം. അപ്പം ഒരു ഡൈ അല്ലെങ്കിൽ ട്രൈ അസിഡിക് ബേസിനകത്തുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥലത്ത് ഒരു ആസിഡ് റാഡിക്കൽ വരികയാണ് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബേസിക് സോൾട്ട് എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ ഒരു ആസിഡ് റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മളൊരു ആസിഡ് എടുക്കുക, HCl. ഓക്കെ, HCl നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തെന്ന് വിചാരിക്കുക. അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് അയണൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? H+ഉം Cl- ആയിട്ട് മാറും അല്ലേ? HCl എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ H+ഉം Cl- മാറും. അപ്പം ഇതിനകത്ത് ഫോം ചെയ്യുന്ന ഈ Cl- ആനയോൺ, ഓക്കെ, അപ്പം H+ അയണൈസ് ചെയ്ത് പോയിട്ട് ബാക്കി കിട്ടുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് ഒരു അയോൺ അവിടെ ഉണ്ടായിരിക്കും. ആ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിനെയാണ് നമ്മൾ ആസിഡ് റാഡിക്കൽ എന്ന് വിളിക്കുന്നത്. ആസിഡ് റാഡിക്കൽ. ഓക്കെ, HCl ആണെന്നുണ്ടെങ്കിൽ H+ഉം Cl- ആയിട്ട് മാറും. അതിനകത്ത് Cl- ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അവിടുത്തെ ആസിഡ് റാഡിക്കൽ എന്ന് പറയുന്നത്. നമ്മൾ H2SO4 എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ 2H+ഉം പ്ലസ് SO4 2- ആയിട്ട് മാറും. അപ്പം ഇവിടെ എന്താണ്? ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് SO4 2- ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അവിടുത്തെ ആസിഡ് റാഡിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി HNO3 എടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? H+ഉം NO3- ആയിട്ട് മാറും അല്ലേ? ഇവിടുത്തെ NO3- ആണ് എന്തെന്ന് പറയുന്നത്? അവിടുത്തെ ആസിഡ് റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഡൈ അല്ലെങ്കിൽ ട്രൈ അസിഡിക് ബേസ് എടുക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എടുക്കാം, MgOH ട്വൈസ്. ഓക്കെ, ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ H+ഉം Cl- ഉണ്ടല്ലേ, അത് ഈ Cl- പാർട്ട്, അതായത് ആസിഡ് റാഡിക്കൽ പാർട്ട് ഇളകി വന്നിട്ട് ഇതിനകത്ത് ഒരു OH- റീപ്ലേസ് ചെയ്യാം. ഓക്കെ, പാർഷ്യലി മാത്രമേ റീപ്ലേസ് ചെയ്യത്തുള്ളൂ, ഉള്ള എല്ലാ OH- അയോൺസിനെയും റീപ്ലേസ് ചെയ്യത്തില്ല. അപ്പോൾ പാർഷ്യലായിട്ട് OH- അയോൺസിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് സോൾട്ട് എന്ന് പറയുന്നത്. ഇപ്പം MgOHCl ഇങ്ങനെ കിട്ടും. ഇതെന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള സോൾട്ടാണ്. പ്ലസ് നമുക്ക് എന്തോ കിട്ടും? വാട്ടറും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബേസിക് സോൾട്ട് ഫോം ചെയ്യുന്നത്. അതായത് നമ്മളൊരു ട്രൈ ഓർ ഡൈ
അസിഡിക് ബേസ് എടുക്കുക. ആ ബേസിനകത്തുള്ള ഹൈഡ്രോക്സിൽ അയോൺസിനെ പാർഷ്യൽ ആയിട്ട് റീപ്ലേസ് ചെയ്യും. ആര് വന്നിട്ട്? ഒരു ആസിഡ് റാഡിക്കൽ വന്നിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോൾട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബേസിക് സോൾട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. കോപ്പർ ഹൈഡ്രോക്സൈഡ് എടുക്കാം. CuOH ട്വൈസ് കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേസ് നമ്മൾ എടുത്തു. അതിന് നമുക്ക് HNO3 നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഈ നൈട്രിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? നൈട്രിക് ആസിഡ് HNO3 അയണൈസ് ചെയ്യുമ്പം H+ഉം NO3 മൈനസും ആയിട്ടാണ് മാറുന്നത്. ഈ NO3 മൈനസ് ആണ് ഇവിടുത്തെ ആസിഡ് റാഡിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആയിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഈ ആസിഡ് റാഡിക്കൽ വന്നിട്ട് ഈ CuOH ട്വൈസിലെ ഒരു OHനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് വരും. അപ്പോൾ നമുക്ക് CuOH എന്ന് പറഞ്ഞിട്ട് സോൾട്ട് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ഫോം ചെയ്യുന്ന സോൾട്ട് എന്ന് പറയുന്നത്. CuOH പ്ലസ് വാട്ടർ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? നമുക്കിവിടെ ബേസിക് സോൾട്ട് എന്ന് പറയുന്നത്. ഡൈ അല്ലെങ്കിൽ ട്രൈ ആസിഡിക് ബേസ് എടുത്തിട്ട് അതിനകത്തുള്ള ഹൈഡ്രോക്സിൽ അയോൺസിനെ ഒരു ആസിഡ് റാഡിക്കൽ വന്നിട്ട് പാർഷ്യലി റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടൈപ്പ് ഓഫ് സോൾട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബേസിക് സോൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബേസിക് സോൾട്ടിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഒരു ബേസിക് സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ CuOH എന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു മെറ്റാലിക് അയോൺ ഉണ്ടായിരിക്കും, ഒരു മെറ്റാലിക് കാറ്റയോൺ ഉണ്ടായിരിക്കും. അതേ കണക്ക് തന്നെ ഒരു ഹൈഡ്രോക്സിൽ ആനയോൺ ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഹൈഡ്രോക്സിൽ ആനയോൺ ഉണ്ടായിരിക്കും. അതേ കണക്ക് തന്നെ ഒരു ആസിഡ് റാഡിക്കലും അതിനകത്ത് പ്രസൻ്റ് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടായിരിക്കും? ഒരു ബേസിക് സോൾട്ടിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈസിലി ഒരു സോൾട്ട് തന്നാൽ ബേസിക് സോൾട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് നോക്കിയാൽ മതി? അതിനകത്ത് ഒരു മെറ്റാലിക് അയോൺ ഉണ്ടാവും, അതിനകത്ത് അത് കണക്ക് ഒരു ഹൈഡ്രോക്സിൽ അയോൺ ഉണ്ടാവും, ഒരു ആസിഡ് റാഡിക്കൽ ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു ബേസിക് ആയിട്ടുള്ള സോൾട്ട് ആയിരിക്കും. ഇനി എങ്ങനെ നമുക്കൊരു അസിഡിക് സോൾട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അസിഡിക് സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും എന്തുണ്ടായിരിക്കും? ഒരു അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു NaHSO4 എന്ന് പറഞ്ഞ ഒരു സോൾട്ട് ഫോം ചെയ്ത് പറഞ്ഞു. അതെന്തുണ്ട്? ഇവിടെ ഒരു അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പം അതെന്താ? ഒരു അസിഡിക് സോൾട്ടാണ്. ഓക്കെ, അസിഡിക് സോൾട്ടാണ്. അതേ കണക്ക് തന്നെ NaH2PO4 ഇതിൽ എന്തുണ്ട്? 2 അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു അസിഡിക് സോൾട്ടാണ്. അതേ കണക്ക് തന്നെ Na2HPO4 ഇതിനകത്തും എന്തുണ്ട്? ഒരു അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പം അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അസിഡിക് ആയിട്ടുള്ള സോൾട്ട് ആയിരിക്കും. അതേ കണക്ക് തന്നെ ഒരു OH പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ OH, അതായത് ഒരു മെറ്റാലിക് അയോണും ഒരു OH ഹൈഡ്രോക്സിൽ അയോൺസ് ഒരു ആസിഡ് റാഡിക്കലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബേസിക് സോൾട്ട് ആയിരിക്കും. ഇതൊന്നും ഇല്ല, അതായത് അയണൈസബിൾ ഹൈഡ്രജനും അതേ കണക്ക് OHും ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും എന്തെന്ന് പറയുന്നത്? നോർമൽ സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈസിലി സോൾട്ടുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് സോൾട്ടിൻ്റെ സോലിബിലിറ്റി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സോലിബിൾ ആയിട്ടുള്ള സോൾട്ടുകൾ നോക്കാം. All salts of sodium, potassium and ammonium are soluble. അതായത് സോഡിയം അയോൺസ്, പൊട്ടാസ്യം അയോൺസ്, അമോണിയം അയോൺസ് ഇത് വരുന്ന എല്ലാ സോൾട്ടുകളും സോലിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് Na+, K+, NH4+, ഈ കാറ്റയോൺസ് വരുന്ന എല്ലാ സോൾട്ടുകളും സോലിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഓൾ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ് ആർ സോലിബിൾ. എല്ലാ നൈട്രേറ്റുകളും, നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NO3- ആനിയോൺസ് വരുന്നതാണ് നൈട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് NO2- വരുന്നതാണ് നൈട്രൈറ്റുകൾ എന്ന് പറയുന്നത്. എല്ലാ നൈട്രൈറ്റുകളും എന്തായിരിക്കും? സോലിബിൾ ആയിരിക്കും. ഇനി ഓൾ ക്ലോറൈഡ്സ്, ബ്രോമൈഡ്സ് ആൻഡ് അയഡൈഡ്സ് ആർ സോലിബിൾ ഇൻ വാട്ടർ. എല്ലാ ക്ലോറൈഡ്സും ബ്രോമൈഡ്സും അയഡൈഡ്സും സോലിബിൾ ആണെന്ന് പറയുന്നത്. അതായത് Cl- ആനിയോൺസ്, Br- ബ്രോമൈഡ് ആനിയോൺസ്, I- അയഡൈഡ് ആനിയോൺസ് വരുന്ന എല്ലാവരും എന്തായിരിക്കും? സോലിബിൾ ആയിരിക്കും. എല്ലാ ക്ലോറൈഡ്സും ബ്രോമൈഡ്സും അയഡൈഡ്സും സോലിബിൾ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ കേസിൽ വരുന്ന സമയത്ത് കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്. ലെഡ് ക്ലോറൈഡും സിൽവർ ക്ലോറൈഡും ഇത് രണ്ടും എന്തായിരിക്കും? ഈ 2 ക്ലോറൈഡ്സ് മാത്രം എന്തായിരിക്കും? ഇൻസോലിബിൾ ആയിരിക്കും. ഓക്കെ, ലെഡ് ക്ലോറൈഡിൻ്റെ കാര്യം ഓർക്കണം. ലെഡ് ക്ലോറൈഡ് ഹോട്ട് വാട്ടറിൽ സോലിബിൾ ആയിരിക്കും, പക്ഷേ കോൾഡ് വാട്ടറിൽ ഇൻസോലിബിൾ ആയിരിക്കും. അപ്പം ഇതിനകത്തുള്ള എക്സെപ്ഷണൽ കേസാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ലെഡ് ക്ലോറൈഡും സിൽവർ ക്ലോറൈഡും മാത്രമേ ഉള്ള ഇത് ഇൻസോലിബിൾ ആയിട്ടുള്ള ക്ലോറൈഡ്സ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ക്ലോറൈഡ്സും ബ്രോമൈഡ്സും അയഡൈഡ്സും സോലിബിൾ ആയിട്ടുള്ളതായിരിക്കും.
ഇനി ഓൾ സൾഫേറ്റ്സ് ആർ സോലിബിൾ. സൾഫേറ്റ്സ് എന്ന് പറയുമ്പോൾ SO4 മൈനസ് ആനിയോൺസ് വരുന്ന എല്ലാ സോൾട്ടുകളും എന്തായിരിക്കും? സോലിബിൾ ആയിരിക്കും. ഇതിനകത്തും എക്സെപ്ഷൻ വരുന്നുണ്ട്. ലെഡ് സൾഫേറ്റ് PbSO4, ലെഡ് സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ് CaSO4, ബേരിയം സൾഫേറ്റ് BaSO4 ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നും എക്സെപ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഈ 3 സൾഫേറ്റ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സൾഫേറ്റുകളും എന്തായിരിക്കും? സോലിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സോലിബിൾ സോൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സോൾട്സ് ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് അമോണിയം ആർ സോലിബിൾ. അമോണിയം, സോഡിയം, പൊട്ടാസ്യം ഇതിൻ്റെ എല്ലാ സോൾട്ടുകളും സോലിബിൾ ആയിരിക്കും. എല്ലാ നൈട്രൈറ്റുകളും സോലിബിൾ ആയിരിക്കും. അതേ കണക്ക് തന്നെ ക്ലോറൈഡ്സ്, ബ്രോമൈഡ്സ്, അയഡൈഡ്സ് Cl-, Br-, I- ആരിയോൺസ് വരുന്ന എല്ലാ സോൾട്ടുകളും സോലിബിൾ ആയിരിക്കും. പക്ഷേ ആ കേസിൽ എക്സെപ്ഷൻ ഉണ്ട്. സിൽവർ ക്ലോറൈഡും ലെഡ് ക്ലോറൈഡും PbCl2ഉം ലെഡ് ക്ലോറൈഡ് PbCl2ഉം AgCl ഇത് രണ്ടും എന്താണ്? ഇൻസോലിബിൾ ആയിട്ടുള്ള ക്ലോറൈഡ്സ് ആണ്. ഓക്കെ, പക്ഷേ ലെഡ് ക്ലോറൈഡിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ ലെഡ് ക്ലോറൈഡ് ഹോട്ട് വാട്ടറിൽ സോലിബിൾ ആയിരിക്കും, പക്ഷെ കോൾഡ് വാട്ടറിൽ ഇൻസോലിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി എല്ലാ സൾഫേറ്റ്സുകളും എന്തായിരിക്കും? സോലിബിൾ ആയിരിക്കും. ഓൾ സൾഫേറ്റ്സ് ആർ സോലിബിൾ. അവിടെയും എക്സെപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? ലെഡ് സൾഫേറ്റ് PbSO4, BaSO4 ബേരിയം സൾഫേറ്റ്, അതേ കണക്ക് തന്നെ കാൽഷ്യം സൾഫേറ്റ് CaSO4 ഇത്രയും ഒരു എക്സെപ്ഷനാണ്. എന്താണ്? ഇത് മൂന്നും മാത്രം എന്ത് ചെയ്യത്തില്ല? വാട്ടറിൽ സോലിബിൾ ആകാത്ത ടൈപ്പ് സൾഫേറ്റുകളാണ്. ലെഡ് സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസോലിബിൾ ആയിട്ടുള്ള സൾഫേറ്റുകളാണ്. അതൊരു എക്സെപ്ഷനാണ്. അടുത്ത് നമുക്ക് ഇൻസോലിബിൾ സോൾട്ട്സ് നോക്കാം. ഇൻസോലിബിൾ സോൾട്ടിൽ ഫസ്റ്റ് പറയുന്നത് ഓൾ കാർബണേറ്റ്സ് ആർ ഇൻസോലിബിൾ. എല്ലാ കാർബണേറ്റുകളും ഇൻസോലിബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിനകത്തൊരു എക്സെപ്ഷൻ വരുന്നത് പൊട്ടാസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, അമോണിയം കാർബണേറ്റ് ഇത് ഇത്രയും സോലിബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാർബണേറ്റ്സ് സോലിബിൾ ആയിരിക്കും. അപ്പം നമ്മൾ മുമ്പ് സോലിബിൾ സോൾട്ടിൻ്റെ കേസിൽ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. ഓൾ സോൾട്സ് ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് അമോണിയം ആർ സോലിബിൾ. അതായത് അമോണിയം, സോഡിയം, പൊട്ടാസ്യത്തിൻ്റെ ഏത് സോൾട്ട് എടുത്താലും അത് സോലിബിൾ ആയിരിക്കും. സോ അതിൻ്റെ കാർബണേറ്റ്സും എന്തായിരിക്കും? സോലിബിൾ ആയിരിക്കും. സോ ഇവിടെ അതാണ് എക്സെപ്ഷൻ വരുന്നത്. പൊട്ടാസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, അമോണിയം കാർബണേറ്റ് അത് സോലിബിൾ ആയിരിക്കും. ബാക്കി എല്ലാ കാർബണേറ്റ്സും എന്തായിരിക്കും? ഇൻസോലിബിൾ ആയിരിക്കും. അതേ കണക്ക് തന്നെ ഓൾ സൾഫൈഡ്സ് ആർ ഇൻസോലിബിൾ. എല്ലാ സൾഫൈഡ്സും ഇൻസോലിബിൾ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയും എന്താണ് എക്സെപ്ഷൻ വരുന്നത്? സോഡിയം സൾഫൈഡ്, പൊട്ടാസ്യം സൾഫൈഡ്, അമോണിയം സൾഫൈഡ് Na2S, സോഡിയം സൾഫൈഡ് K2S, പൊട്ടാസ്യം സൾഫൈഡ് NH4 ട്വൈസ് എസ്, അമോണിയം സൾഫൈഡ് ഇത്രയും എന്തായിരിക്കും? ഒരു എക്സെപ്ഷൻ ആയിരിക്കും. ഇതെല്ലാം വാട്ടറിൽ സോലിബിൾ ആയിരിക്കും. ഇനി ഓൾ സൾഫൈഡ്സ് ആർ ഇൻസോലിബിൾ. എല്ലാ സൾഫൈഡ്സും എന്തായിരിക്കും? ഇൻസോലിബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെയും എക്സെപ്ഷൻ എന്ത് വരും? സോഡിയം സൾഫൈഡ്, പൊട്ടാസ്യം സൾഫൈഡ്, അമോണിയം സൾഫൈഡ് എന്തായിരിക്കും? സോലിബിൾ ആയിരിക്കും. കാരണം ഓൾ സോൾട്സ് ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് അമോണിയം ആ സോലിബിൾ എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അമോണിയം, സോഡിയം, പൊട്ടാസ്യത്തിൻ്റെ ഏത് സോൾട്ട് എടുത്താലും അത് സോലിബിൾ ആയിരിക്കും. സോ ഇവിടെയും അതൊരു എക്സെപ്ഷണൽ കേസാണ്. സോഡിയം സൾഫൈറ്റ്, പൊട്ടാസ്യം സൾഫൈറ്റ്, അമോണിയം സൾഫൈറ്റ് എന്തായിരിക്കും? സോലിബിൾ ആയിരിക്കും. സൾഫൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO3 2- ആനിയോൺസ് വരുന്നതാണ് സൾഫൈഡ്സ് എന്ന് പറഞ്ഞാൽ. സൾഫൈഡ് എന്ന് പറഞ്ഞാൽ S2- ആനിയോൺസ് വരുന്നത്. അപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ZnS സിങ്ക് സൾഫൈഡ്, PbS ലെഡ് സൾഫൈഡ്, Na2S സോഡിയം സൾഫൈഡ് ഇതൊക്കെയാണ് സൾഫൈഡ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോഡിയം സൾഫൈറ്റ് എന്ന് പറയുമ്പോൾ Na2SO3 സോഡിയം സൾഫേറ്റ്, K2SO3 പൊട്ടാസ്യം സൾഫൈറ്റ് NH4 ട്വൈസ് SO3 അമോണിയം സൾഫേറ്റ്. ഇങ്ങനെയാണ് സൾഫൈറ്റുകളെന്ന് പറയുന്നത്. ഓക്കെ, കാർബണേറ്റ്സ് എന്ന് പറഞ്ഞാൽ CO3 2- ആനിയോൺസ് വരുന്നതാണ് കാർബണേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇൻസോലിബിൾ സോൾട്ട് എന്ന് പറയുമ്പോൾ ഓൾ സോൾട്സ് ഓഫ് കാർബണേറ്റ്സ്, സൾഫൈഡ്സ് ആൻഡ് സൾഫൈഡ്സ് എന്തായിരിക്കും? ഇൻസോലിബിൾ ആയിരിക്കും. പക്ഷേ ഇവരുടെ എല്ലാത്തിൻ്റെയും അമോണിയം സോൾട്ട് അല്ലെങ്കിൽ സോഡിയം സോൾട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം സോലിബിൾ സോൾട്ടുകളായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോൾട്ടുകളെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസിഡിലുള്ള അയനൈസബിൾ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ പാർഷ്യലായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് എന്താണ്? അമോണിയം അല്ലെങ്കിൽ ഒരു മെറ്റാലിക് അയോൺ വരുവാണെങ്കിൽ അപ്പോൾ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ സോൾട്ടുകൾ എന്ന് വിളിക്കുന്നത് അല്ലേ? നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾട്ടുകൾ പഠിച്ചു. നോർമൽ സോൾട്ട്, അസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട്. നോർമൽ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ്സിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് മെറ്റാലിക് അല്ലെങ്കിൽ അമോണിയം അയോൺ വന്നാൽ നമ്മളതിനെ നോർമൽ സോൾട്ട് എന്ന് വിളിക്കും. അസിഡിക് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ റീപ്ലേസ്മെൻറ്റ്, അതായത് അയനൈസബിൾ ഹൈഡ്രജൻ ആറ്റം, ആസിഡിലുള്ള അയനൈസബിൾ ഹൈഡ്രജൻ ആറ്റത്തിനെ പാർഷ്യലി റീപ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ഥാനത്ത് മെറ്റാലിക് അല്ലെങ്കിൽ അമോണിയം അയോൺ വന്നാൽ നമ്മളതിനെ
അസിഡിക് സോൾട്ട് എന്ന് വിളിക്കും. പിന്നെ നമ്മൾ ബേസിക് സോൾട്ടിനെ പറഞ്ഞു. ബേസിക് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈ അല്ലെങ്കിൽ ട്രൈ അസിഡിക് ബേസ് എടുത്തിട്ട് അതിനകത്തുള്ള എന്താണ് OH മൈനസ് അയോൺസിനെ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയോൺസിനെ പാർഷ്യലി റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് ആസിഡ് റാഡിക്കൽ വരുവാണെങ്കിൽ അപ്പോൾ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ബേസിക് സോൾട്ട് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഈ 3 സോൾട്ടിനെയും ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നാൽ അത് അസിഡിക് സോൾട്ടാണോ നോർമൽ സോൾട്ടാണോ ബേസിക് സോൾട്ടാണോ എന്ന് ഇങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സോലിബിൾ ആൻഡ് ഇൻസോലിബിൾ സോൾട്ടുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് എടുക്കുന്നത്. പ്രിപ്പറേഷൻ മെത്തേഡ്സ്, സോൾട്ടുകളുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് എപ്പോഴും എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സോൾട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേ കണക്ക് തന്നെ നമ്മൾ ആസിഡ്സിനെയും ബേസിനെയും പറ്റിയുള്ള വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോസ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്